ഏകാന്തത. ഒരു മനുഷ്യൻ ആ അവസ്ഥയിലൂടെ കടന്നു പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെതായ ഒരു ലോകം ഉണ്ടാവും, അവിടെ അവൻ്റെതായ ആൾക്കാരുണ്ടാവും. ഒറ്റപ്പെടൽ എന്ന് പറയുന്നതൊക്കെ മനുഷ്യർക്ക് എന്താ പറയുക, ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നവർക്ക് ഒരിക്കലും എന്താ പറയുക തിരിച്ചു വരാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഒരു സ്റ്റേജാണ് ഒറ്റപ്പെടൽ. ഒറ്റപ്പെടലിനെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ലെവൽ ക്രോസ്. സോ ഹായ് ഗൈസ്, വെൽക്കം ടു ജിജേവേഴ്സ്. ദിസ് ഇസ് മീ ജിജെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു റിവ്യൂ ആണ്. ആദ്യമേ പറയട്ടെ, അർഫാസ് അയ്യൂബ് എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടർ, വളരെ പ്രോമിസിംഗ് ആയിട്ടൊരു ഡയറക്ടർ വന്നു കഴിഞ്ഞിരിക്കുന്നു മലയാള സിനിമയിലേക്ക്. ആദ്യം സിനിമ എഴുതി കാണിക്കുന്നതിന്റെ തുടക്കത്തിൽ തന്നെ അർഫാസിഷ് മൂവി അല്ലെങ്കിൽ അർഫാസിഷ് ഫിലിം 1 എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. സോ പ്രോമിസിംഗ് ഐഡിയ ഒരുപാട് പ്രോജക്ട്സ് വരാനുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഇന്റർവ്യൂ നമ്മൾ ഈയിടയ്ക്ക് കണ്ടായിരുന്നു. ആസിഫ് അലിയും അദ്ദേഹം എല്ലാം ഉണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂ. അതിനകത്ത് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു വലിയൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ചെയ്തൊരു സിനിമയാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ച്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരാണ് അതിന്റെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത്: ആസിഫ് അലി, അമല പോളും, ഷറഫുദ്ദീൻ. ഈ 3 ആക്ടേഴ്സിനെ വെച്ചുകൊണ്ട് അവർ വളരെ നന്നായിട്ടൊരു മൂവി ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടെറൈനിലാണ് ഇത് സംഭവിക്കുന്നത്. നമ്മളെന്താ പറയുക, മലക്കോട്ടെ വാലിബനിലേക്ക് കാണുന്ന പോലത്തെ വളരെ ഡെസേർട്ടഡ് ആയിട്ടുള്ള ലാൻഡാണ്. അവിടെ ഒരു മരുഭൂമി, ഏത് നാടാണെന്നോ അല്ലെങ്കിൽ തമിഴ്നാടോ നോർത്ത് ഇന്ത്യയോ എവിടെയാണെന്നൊന്നും സ്പെസിഫൈ ചെയ്യാതെ ഒരു സ്ഥലം, ആ സ്ഥലത്തോടെ ട്രെയിനിങ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു സ്ഥലത്ത് ഒരു ലെവൽ ക്രോസ് ഉണ്ട്. ആ ലെവൽ ക്രോസിൽ ഒരു സ്റ്റാഫാണ് നമ്മളെ ആസിഫ് അലി ചെയ്ത രഘു എന്ന് പറയുന്ന കഥാപാത്രം. സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ആസിഫ് അലിയാണ് കാണുന്നത്. ആസിഫ് അലി കൂടെയാണ് നമ്മൾ സിനിമയിലേക്ക് പോകുന്നത്. ആദ്യമേ തന്നെ എന്തോ ഒരു തരം ഏകാന്തതയിലേക്ക് സ്വാഗതം എന്നാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ അതൊരു വളരെ നമുക്ക് അപ്പോഴേ നമ്മൾ ഉറപ്പിച്ചോണം, വളരെ ഒരു ഒറ്റപ്പെടൽ പോലെ അല്ലെങ്കിൽ ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-12 മിനിറ്റിന് ശേഷമാണ് സിനിമയിൽ ആദ്യത്തെ ഡയലോഗ് പോലും വരുന്നത്. അതുവരെ വളരെ സൈലന്റ് ആയിട്ട് ഒരു സംഭവങ്ങൾ ഇങ്ങനെ കാണിച്ചു പോകുന്നു. ആസിഫ് അലി നടന്നു വരുന്നതോടുകൂടി സിനിമ ആരംഭിക്കുകയാണ്. ആസിഫ് അലിയുടെ ലുക്കും മേക്കപ്പും ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്, വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി നമുക്കറിയാം, കുറച്ച് നാളുകൊണ്ട് ആ ഒരു രമേശ് ഇഷ്യൂ ഒക്കെ വന്നതിന് ശേഷം ആ ഒരു അവാർഡ്, ആ ഒരു സംഭവത്തിന് ശേഷം ആസിഫ് അലിയുടെ പെരുമാറ്റ ഗുണം കൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ വളരെയധികം വൈറലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സോ അങ്ങനെ ആസിഫ് അലി ഒന്നും കൂടെ തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിലെ ആക്ടർ സൂപ്പർബായിട്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സത്യമായിട്ട് നന്നായിട്ട് ആ ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് കൊണ്ട് ആ ഒരു രൂപമൊക്കെ മാറ്റി, പല്ലൊക്കെ ഒന്ന് മാറ്റി ചെയ്തിട്ട് ആ ഒരു സാധനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ചക്കരമുത്ത് എന്ന് പറഞ്ഞൊരു പഴയ സിനിമയിലെ ദിലീപിനെ നമുക്ക് ഓർമ്മ വരുന്ന രീതിയിലും, പിന്നെ നമ്മുടെ ടൊവിനോ തോമസ് ചെയ്ത അദൃശ്യജാലകങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഒരു ക്യാരക്ടർ, അത് രണ്ടും ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട്. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇന്നസെൻസ് വേണം, ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം, ഇടയ്ക്കിടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം വളരെ വളരെ കൺവിൻസിംഗ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആസിഫ് അലി. സോ ആസിഫ് അലിയുടെ രഘു എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെ നമുക്ക് ഇൻട്രൊഡക്ഷൻ കിട്ടാണ്. പേരൊക്കെ അറിയുന്ന ഒരുപാട് കഴിഞ്ഞിട്ടാണ് കേട്ടോ സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കൊന്നും മനസ്സിലാകുന്നത്. അദ്ദേഹം ഒരു ചെക്ക് പോസ്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ലെവൽ ക്രോസിന്റെ ആളായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്, കൊടി കാണിക്കുന്നു, കാര്യങ്ങളൊക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. ഒരു 29 വയസ്സുള്ള ഒരു പെൺകുട്ടി കടന്നു വരുന്നുണ്ട്. ആ പെൺകുട്ടി ട്രെയിനിൽ നിന്നെടുത്ത് ചാടുന്നിടത്താണ് സിനിമ ആരംഭിക്കുന്നത്. അതുവരെ സിനിമ ഇങ്ങനെ ഡയലോഗ് ഒന്നും ഇല്ലാതെ ആ പെൺകുട്ടി ട്രെയിനിൽ ചാടുന്നു. അമല പോൾ, ഒബ്വിയസ്ലി അമല പോളാണ്. അമല പോൾ വരുന്നു. പിന്നെ ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ്. അപ്പോൾ ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയായിട്ട് അമല പോളിനെ കുറച്ച് ഫീലിയും കാര്യങ്ങളും, പിന്നെ വേറൊരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെയും കാണാതിരിക്കുന്നുണ്ട്, അവരെ കാണുമ്പോഴത്തേക്കുള്ള എക്സൈറ്റ്മെന്റ് ആസിഫ് അലി. സോ ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ പോകുന്നു. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു നെയിമാണ് ചെത്താലി എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി നെയിമാണ് അതിൽ അമല പോളിന് കൊടുത്തിരിക്കുന്നത്, ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത്. അവരൊരു സൈക്കാട്രിസ്റ്റ് ആണ്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ വ്യക്തമായിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഷറഫുദ്ദീന്റെ ക്യാരക്ടറാണ്. ഷറഫുദ്ദീന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അമല പോളിന്റെ ഹസ്ബൻഡാണ്. നമുക്കിതെല്ലാം ട്രെയിലറിൽ തന്നെ വ്യക്തമാണ്. സോ ആ ഒരു റോള് നന്നായിട്ട് ഷറഫുദ്ദീൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് ഒരു കൂടുതൽ ഞാൻ പറഞ്ഞ സ്പോയിലേഴ്സ് ആയിട്ട് പലതരത്തിലുള്ള ഭാവങ്ങളെല്ലാം ചെയ്യുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സോ സിനിമ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാഗുണ്ട്. വളരെ പതുക്കെ സൈലൻസിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രം ആവശ്യത്തിന് മാത്രം മ്യൂസിക് ബ്ലെൻഡ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. അങ്ങനെ സിനിമ മൂവ് ചെയ്ത് ഇന്റർവെൽ ആവുമ്പോൾ, ഇന്റർവെൽ ഒരു പഞ്ച് എന്നുള്ള നിലയ്ക്ക് ഇന്റർവെൽ ആകുമ്പോഴത്തേക്ക് ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അവിടെ മുതൽ സിനിമ തീരുന്നത് വരെ ട്വിസ്റ്റിന്റെ അയ്യര് കളിയാണ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സലിക്കുമ്പോൾ ട്വിസ്റ്റ് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സംഭവം ഇതാണ് നടന്നതെന്ന് നമ്മൾ വിചാരിക്കാൻ പെട്ടെന്ന്, അല്ലാതെ പെട്ടെന്ന് മറ്റൊരു ക്യാരക്ടറിന്റെ വേറൊരു സ്വഭാവം റിവീലാണ്. അങ്ങനെ ഭയങ്കരമായ ട്വിസ്റ്റുകളാണ്. ഒടുവിൽ ക്ലൈമാക്സിൽ സിനിമ അവസാനിക്കുന്ന സമയത്തും ഒരു വമ്പൻ ട്വിസ്റ്റോട് കൂടിയാണ് സിനിമ അവസാനിക്കുന്നത്. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ വളരെ ലെങ്തി ആയിട്ട് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ്. പക്ഷെ അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് സിനിമയ്ക്ക് പോയത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. ആരും ഡിസ്റ്റർബ് ഒന്നും ചെയ്യില്ല. സോ എനിക്കത് ആസ്വദിക്കാൻ പറ്റി. സത്യസന്ധമായിട്ട് ആ ഒരു ഡയറക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് ആ സിനിമയെ കാണാൻ പറ്റി. സോ എനിക്കത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി.
ആസിഫ് അലിയുടെ ക്യാരക്ടറുമായിട്ട് നമുക്ക് അങ്ങനെ എന്താ പറയുക അറ്റാച്ച്മെന്റ് വരും. ആ പുള്ളി അവിടെ ഒറ്റയ്ക്കുള്ള ജീവിതം, അവിടെ ഒരു കഴുതയുണ്ട്, അതിന്റെ പേര് സിഗ്നൽ എന്നാണ്. പക്ഷെ എനിക്ക് അതിലൊരു സാധനം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ അത് ആസിഫ് അലിയുടെ ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആണെന്ന് തോന്നുന്നു. കാരണം ആസിഫ് അലി മാത്രമുള്ള ഷോർട്സിൽ മാത്രമേ ആ കഴുതയെ കാണിക്കുന്നുള്ളൂ. അമരപ്പോൾ ആസിഫ് അലി കോമ്പിനേഷൻ വരുമ്പോൾ ഷറഫുദ്ദീൻ ആസിഫ് അലി കോമ്പിനേഷൻ വരുമ്പോഴും ആ കഴുതയെ അവിടെ കാണിക്കുന്നില്ല. സോ അത് മേ ബി ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആയിരിക്കും. ഒറ്റപ്പെടലിലോട്ട് എത്തിക്കഴിയുമ്പോൾ ഒരു മനുഷ്യന് ഇമാജിനേഷൻ വരും. സോ അത്തരത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കത് ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഓരോരോ ഇതിനകത്ത് മേക്കപ്പിന്റെയും ആർട്ടിന്റെയും ഒക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ആ ഒരു സ്റ്റേഷൻ പോലത്തെ ആ സാധനം സെറ്റ് ഇട്ടത്, അവിടുത്തെ ഓരോരോ കൊച്ചു കൊച്ചു ഡീറ്റെയിലിങ് എല്ലാം ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയുടെ യൂണിഫോം പോലും വളരെ രസമാണ്. എനിക്ക് മെഡൽ ആരും തരാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് മെഡൽ ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നാണയത്തൊട്ടുകൾ പോലത്തുള്ള സാധനങ്ങൾ വെച്ച് മെഡൽ ഉണ്ടാക്കിയിട്ട് ധരിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ സിനിമ ചർച്ച ചെയ്ത് പോകുന്നത് ഓരോ മനുഷ്യരുടെയും, അതായത് ഇപ്പൊ ഒരു മനുഷ്യൻ എത്ര ഓപ്പൺ ബുക്കാണെന്ന് പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ അവന് മാത്രം അറിയാവുന്ന ഒരു വേർഷനാണ്. ഞാനും നിങ്ങളും എല്ലാവരും അങ്ങനെയാണ്. നമുക്ക് മാത്രം അറിയാവുന്ന ഒരു വേർഷൻ നമ്മുടെ ഉള്ളിലുണ്ട്. അത് ചിലപ്പോൾ സ്വന്തം ലൈഫ് പാർട്ട്ണറിനും സ്വന്തം അച്ഛനും അമ്മയ്ക്ക് ആർക്കും അറിയാൻ പറ്റില്ല. അത്തരത്തിലൊരു സംഭവം ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഒരാൾക്ക് മാത്രമേ അറിയാവൂ അയാൾ എന്താണ് എന്നുള്ളത്. ആ ഒരു സംഭവം ഒറ്റപ്പെടലിലോട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്ക് മനുഷ്യൻ എന്തെല്ലാം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊക്കെ സിനിമ കാണിക്കുന്നുണ്ട്. അവസാനം ഒരു എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടൊരു ട്വിസ്റ്റിൽ കൂടെയാണ് സിനിമ അവസാനിക്കുന്നത്. മൊത്തത്തിൽ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. പക്ഷെ ഇത് ഒരു വലിയ വിജയത്തിലേക്ക് എത്തുന്ന എനിക്കറിയില്ല. അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഇതൊരിക്കലും ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു സിനിമയല്ല. പക്ഷെ ആ ഡയറക്ടറിന്റെ കഴിവ് ഭയങ്കരമാണ് കേട്ടോ. സത്യം പറയാൻ ഇതിനകത്ത് ഇപ്പോൾ എന്താണ് ലൈഫ് ഒന്ന് ബാലൻസ് തെറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഫ്രെയിമൊക്കെ ചെറിഞ്ഞിട്ട് നൈസ് പരിപാടികളാണ്. എല്ലാം കൊണ്ടും സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് വർക്കായി. എനിക്ക് പേഴ്സണലി നന്നായിട്ട് വർക്കായി. ആസിഫ് അലിയുടെ ആക്ടിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആസിഫ് അലി ആ ഒരു ഇൻസിഡന്റിന് ശേഷം എന്താ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തോടുള്ള ഒരു അടുപ്പം കൂടിയിട്ടുണ്ട്. കാരണം തൻ്റെ നേരെ വന്ന ഒരു ഇൻസൾട്ടിനെ അദ്ദേഹം വളരെ ചിരിയോടുകൂടി നേരിട്ടു. അപ്പൊ ആ ഒരു ചിരി എന്ന് ആസിഫ് അലിയുടെ കരിയറിലും ഇനി ഉണ്ടാകട്ടെ. കാരണം കുറച്ച് നാളായിട്ട് സിനിമകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊളിയാണ്. അടുത്തതായിട്ട് ഇനി വരാനുള്ള അഡിയോസ് അമീഗോ എന്ന് പറഞ്ഞ സിനിമയാണ്. എനിക്ക് ആ സിനിമയിൽ ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ വളരെയധികം പ്രതീക്ഷയുണ്ട്. ലെവൽ ക്രോസിന്റെയും ട്രെയിലർ കണ്ടപ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ തെറ്റിച്ചിട്ടില്ല. ആസിഫ് അലി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആസിഫ് അലിയിലെ ആക്ടറിനെ വളരെയധികം നന്നായിട്ട് യൂസ് ചെയ്യാൻ ആ ഡയറക്ടറിനും സാധിച്ചിട്ടുണ്ട്. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആയാലും ക്യാമറ വർക്ക് ആയാലും ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആയാലും എല്ലാവരും വളരെ ബ്രില്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്തൊരു സിനിമയാണ് ലെവൽ ക്രോസ്. ഇതൊരു തിയേറ്ററിൽ പോയി ആസ്വദിക്കാൻ വളരെ എന്താ പറയുക താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും പോയി ആസ്വദിക്കാം. കാരണം ഇത് ഇത്തരം ഒരു സംഭവം ചർച്ച ചെയ്യുന്ന സിനിമയാണ്. അതായത് ഒറ്റപ്പെടലും ഊഹിക്കാവുന്നതേ ഉള്ളൂ. 3 ക്യാരക്ടേഴ്സ് തമ്മിലാണ്. വളരെ കുറച്ച് ഡയലോഗ്സ് ആണ് കൂടുതലും ആ സംഭവങ്ങൾ അവിടെ നടക്കുന്നത് വെച്ചിട്ടാണ്. ഫ്ലാഷ് ബാക്സ് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടെങ്കിലും കൂടുതലും തമ്മിലുള്ള സംസാരങ്ങളിലൂടെയാണ് കഥ റിവീലാകുന്നത്. സോ അത്തരം കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മൂവിയെ അങ്ങനെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു ആർട്ട് ടൈപ്പ് പടങ്ങൾ, അല്ലെങ്കിൽ ഹോളിവുഡിലൊക്കെ നമ്മൾ കൺട്രി മൂവീസ് ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തപ്പെട്ട് ഒരു കൊച്ചു സ്ഥലത്ത് നടക്കുന്ന കഥ, അതിനെ ആസ്വദിക്കാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി കാണാം. ഞാൻ പേഴ്സണലി ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5/5 ആണ്. അതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ള പോസിറ്റീവ് ആസിഫ് അലിയുടെ പെർഫോമൻസും ഡയറക്ടറിന്റെ ആ ഒരു കഥ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു ബ്രില്യൻസും എഴുതിയിരിക്കുന്ന ഡയലോഗും എല്ലാം ഡയറക്ടർ തന്നെയാണ്. സോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടമാണ്. ഇനി ഒരുപാട് അടിപൊളി സിനിമകൾ അല്ലെങ്കിൽ ഒരുപാട് എന്റർടൈനിങ് ആയിട്ടുള്ള, അദ്ദേഹത്തിന് ത്രില്ലർ ഷൂട്ട് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് ഹൊറർ ഷൂട്ട് ചെയ്യാൻ പറ്റും, എല്ലാം നമുക്ക് ഈ സിനിമയിലൂടെ തന്നെ മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ വരാനുണ്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ്, ഫുഡ് ബ്ലോഗ്സ് അങ്ങനത്തെ എല്ലാം കാണാനായിട്ട് GGRS എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.